ഈ ചോദിക്കാൻ വരുമ്പോഴേ ഞാൻ മറ്റേ റിയാക്ഷൻ റെഡിയാക്കി വെച്ചിരുന്നു. മോര് 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 വേണോ? മോര്. അങ്ങനെ 10 ടൈപ്പിൽ അത് ചോദിക്കും. ആ 10 കഴിയുമ്പോൾ ഊർവശി അത് തന്നെ പാണ്ഡരാജൻ സാറ് സോറി പാണ്ഡരാജരാജരാജരാജൻ സാറേ എനിക്ക് ഒരുപാട് നന്ദി എന്ന് പറഞ്ഞു. അല്ല ജയറാമേട്ട, നമുക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. ജയറാമേട്ട പറയുമ്പോ, ഇതിനെ കുറിച്ച് പറയുമ്പോ തന്നെ നമുക്ക് കേൾക്കുമ്പോ അലി ചോദിക്കാൻ വരുമ്പോഴേ ഞാൻ മറ്റേ റിയാക്ഷൻ റെഡിയാക്കി വെച്ചിരുന്നു. 20 വർഷത്തിന് ശേഷം നിങ്ങൾ രണ്ടും ഒന്നിക്കുന്നത് നമ്മൾ ട്രെയിലർ കണ്ടപ്പോഴാണെങ്കിലും ടീസർ കണ്ടപ്പോഴാണെങ്കിലും ഭയങ്കര ഫണ്ണാണ്. ഈ നേരത്തെ പറഞ്ഞ പോലെ എങ്ങനെയാണ് നിങ്ങൾ ചിരിക്കാതെ ഒരേ ഇപ്പൊ പാണ്ഡ്യ സാറ് പറഞ്ഞല്ലോ, ഒരു ഷോട്ട് വെക്കുമ്പോൾ ജയറാമേട്ടന്റെ ചിരിയാണ്, ഇപ്പുറം വെക്കുമ്പോൾ ഉർവശിയുടെ ചിരിയായിരിക്കും. ചിരി അടങ്ങാൻ പറ്റുന്നില്ല. 20 വർഷത്തിന് ശേഷം ഒന്നിക്കുമ്പോൾ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ തന്നെ സംസാരിക്കാൻ ഉണ്ടായിട്ടുണ്ടാവും. ആ ലൊക്കേഷനിൽ വെച്ച് ഈ സിനിമയ്ക്ക് വന്നതെന്ന് ആദ്യം നിങ്ങൾ സംസാരിച്ച ഒരു കോമഡി എന്തായിരുന്നു? അയ്യോ, പെട്ടെന്ന് അങ്ങനെ ഒരു ദിവസം ഇന്ന സമയത്ത് ആദ്യം സംസാരിച്ചത് എന്ന് പറഞ്ഞ് എനിക്ക് ഓർമ്മ വരുന്നില്ല. കാരണം ഈ 10-20 വർഷത്തിനിടയ്ക്ക് ഉർവശിയും എന്നെയും വെച്ചിട്ട് ഒരുപാട് സിനിമകൾ തമിഴിലും മലയാളത്തിലൊക്കെ ആയിട്ട് കഥ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞാൻ ഉർവശിയെടുത്ത് പറയും ഇത് ചെയ്യണോ? അപ്പോൾ ഉർവശി പറയും ഒന്നുമില്ല, അത് പഴയ പോലെ തന്നെ ഇരിക്കുന്നു, അത് വ്യത്യസ്തമായിട്ടൊന്നും തോന്നുന്നില്ല എന്ന് പറയും. രണ്ടാമതൊന്ന് ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും ഒരു സ്പാർക്ക് വേണം എന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇതുണ്ടായിരുന്നു. അങ്ങനെയാണ് ഇതിലേക്ക് എത്തിപ്പെട്ടത്. തുടക്കം തൊട്ട് എല്ലാം പഴയ കാര്യങ്ങൾ തന്നെ ഓരോന്നോരോന്ന് പറഞ്ഞ് ഞങ്ങൾ ചിരിക്കും. അപ്പോൾ ഇദ്ദേഹം കൂടെ എന്താ കാര്യം ചോദിക്കും. അപ്പോൾ ഇതൊക്കെ തന്നെ ഈ നമ്മൾ ഒരു കോമഡി ഉണ്ടെന്ന് പറഞ്ഞാലും ഇതിനകത്ത് കോമഡിക്ക് വേണ്ടി ഒരു കോമഡി ചെയ്യുന്ന ഒരു സീൻ പോലും ഇല്ല കേട്ടോ. ഇതിനകത്തൊരു ഹിഡൻ ആയിട്ടൊരു കോമഡി ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ ഒരു ക്യാരക്ടർ പോലും തമാശയ്ക്ക് വേണ്ടി തമാശ കാണിക്കുകയോ ചിരിപ്പിക്കാൻ വേണ്ടി എന്തെങ്കിലും ഒന്നും ചെയ്തിട്ടില്ല. വളരെ സൈലൻ്റ് ആയിട്ട് ഒരു റിയാക്ഷൻ, ആ റിയാക്ഷനിൽ തിയേറ്ററിൽ അത് ചിരി കിട്ടിയാൽ അത് സക്സസ്ഫുൾ ആയിരിക്കുന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരുപാടുണ്ടല്ലേ, ഞങ്ങൾ കുറേ കാലം കഴിഞ്ഞിട്ട് അഭിനയിക്കുന്നതുകൊണ്ട് പഴയ കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞു ചിരിയായിരുന്നു. ഇല്ല, ഞാൻ പല ഇന്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ട്, ഉർവശിയും ഞാനും ചേർന്ന് അഭിനയിച്ച സിനിമകളിൽ ഏകദേശം 5 സിനിമയ്ക്കോ 6 സിനിമയ്ക്കോ ഉർവശിക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുണ്ട്. തലയണ മന്ത്രം, മഴവിൽ കാവടി, കടിഞ്ഞൂൽ കല്യാണം, എനിക്ക് സിനിമകൾ പെട്ടെന്ന് ഓർമ്മ കിട്ടുന്നില്ല എല്ലാം. അപ്പോൾ അതിലൊക്കെ തന്നെ ഉർവശിക്ക് ചില ഷോട്ടിലൊക്കെ ഡയറക്ടർ ഓക്കെ പറഞ്ഞാൽ പോലും ഞാൻ ഡയറക്ടറോട് പറയാറുണ്ട്, സാർ കുറച്ചും കൂടി നന്നായിട്ട് അവർ വേറെ തരത്തിൽ ചെയ്യും, ഒന്നുകൂടി എടുക്കാം. ഉർവശിയെ പറയുന്നത് എന്തിനാ ചെയ്ത് കഴിഞ്ഞാൽ പറഞ്ഞു പ്ലീസ് ചെയ്യൂ. കാരണം അവർക്ക് അതിനുള്ളൊരു പൊട്ടൻഷ്യാലിറ്റി ഉണ്ടെന്ന് നമുക്കറിയാം. ഒരേ ഷോട്ട് ഒരു 10 പ്രാവശ്യം എടുത്താൽ 10 ഒരേ മരിയിക്കില്ല, 10 വേറെ തരത്തിൽ അഭിനയിക്കും. ഇപ്പം ഇതിൽ തന്നെ ആക്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ പാണ്ഡ്യരാജ് സാറിന് അറിയാം ഉർവശിയുടെ കയ്യിൽ നിന്ന്. ഇപ്പോൾ ഉർവശി എന്നെ കുടിക്കറേങ്ക കോഫി ടീ എതുവും വേണ്ട, മോര് ചോദിക്കും. ആ മോര് ചോദിക്കുന്ന തന്നെ കട്ടിയില്ല, പൺമാർ മോര് വേണോ? മോര്. അങ്ങനെ 10 ടൈപ്പിൽ അത് ചോദിക്കും. ആ 10 കഴിയുമ്പോൾ ഉർവശി അത് തന്നെ അത് 10 ടൈപ്പില് അവർ ചെയ്യുന്നത്. അത് അറിയാം കൃത്യമായിട്ട്. അതുകൊണ്ട് കട്ടിയാതെ പൺമോർ പറഞ്ഞോണ്ടേ ഇരിക്കും. അങ്ങനെയായിരുന്നു. അങ്ങനെ ഇതൊക്കെ തന്നെയായിരുന്നു ഫണ്ണ് ലൊക്കേഷനിൽ ഉണ്ടായിട്ടുള്ളത്. ജനമേട്ട, അപ്പൊ ഏകദേശം 20 വർഷത്തിന് ശേഷമാണ് ഇപ്പൊ ഒരുമിച്ച് അഭിനയിക്കുന്നത് നിങ്ങൾ രണ്ടുപേരും. അപ്പം ഒരു വിശേഷിച്ച് ഇപ്പം കണ്ടുള്ള, അല്ലെങ്കിൽ ഇപ്പം നമുക്കറിയാം എക്സ്പീരിയൻസ് കൂടുന്നവരും എല്ലാ ആക്ടേഴ്സ് ഇവോൾവ് ആയിക്കൊണ്ടിരിക്കും. അപ്പൊ ഇപ്പൊ ഉർവശേഷി കണ്ടതിൽ ഏറ്റവും ഉള്ളൊരു ചേഞ്ചസ് എന്തൊക്കെയാണ്? ഇപ്പൊ ആക്ടിങ്ങിലായാലും ഓൾസോ ജയറാമേട്ടനെ ഏറ്റവും അത്ഭുതപ്പെടുത്തും ഉർവശേഷിയുടെ ഒരു പെർഫോമൻസ് ഏതായിരിക്കും ഇതുവരെ കണ്ടതിൽ? ഇപ്പോൾ അടുത്ത് നാഷണൽ അവാർഡ് കിട്ടിയ നമ്മുടെ ഉള്ളൊഴുക്കുകൾ, ഒയ്യോ പത്രികകള സാർ, ഉള്ളൊഴുക്ക്, ഒയ്യോ എന്താണ് പെർഫോമൻസ്. അത് കഴിഞ്ഞ് അത് ചെയ്തവർ തന്നെയാണോ ഇതിൽ വന്നിട്ടുള്ള ഓരോ റിയാക്ഷൻ ചെയ്യുന്നത് ഞാനിങ്ങനെ നോക്കിയിരിക്കും. കാരണം എപ്പോഴും നോക്കി ഇങ്ങനെയുള്ളവരോട് എന്താ പറയുക, നമ്മളറിയാതൊരു ഈ ഫാൻ എന്ന് പറയുന്ന പോലെ ഞാൻ അവരുടെ വലിയ ഫാനാണ്. അതുകൊണ്ട് തന്നെ അവർ ചെയ്യുന്ന മുന്നേ ഓരോ കാര്യങ്ങളും ഇങ്ങനെ നോക്കിയിരിക്കും. അതൊക്കെയല്ലേ നമുക്ക് ഇവരുടെ കൂടെ അഭിനയിക്കുമ്പോൾ കിട്ടുന്ന. ഇപ്പോൾ കമൽ സാറിൻ്റെ കൂടെ ഞാൻ ഒരുപാട് സിനിമ ചെയ്തിട്ടുണ്ട്. കമൽഹാസൻ സാറിൻ്റെ കൂടെ അഭിനയിക്കുമ്പോൾ അതാണ് പല ഷോട്ടുകളിലും ഞാൻ എൻ്റെ ഡയലോഗ് മറന്നു പോകും. കാരണം അദ്ദേഹം എന്താണ് ചെയ്യണതെന്ന്. കാരണം കുട്ടിക്കാലം തൊട്ട് ഇവരെയൊക്കെ നമ്മൾ സ്ക്രീനിൽ കാണുന്നതല്ലേ. അപ്പോൾ അതൊരു ഇങ്ങനെ അതിശയം പോലെ നോക്കിയിരിക്കും. അങ്ങനെ എത്രയോ പേരുടെ കൂടെ വർക്ക് ചെയ്യാനുള്ള ഭാഗ്യം. മലയാളത്തിൽ തന്നെ എത്ര
തിലകൻ ചേട്ടൻ്റെ ഓരോ സീനിലും ചിലപ്പോൾ വീണ്ടും ചില വീട്ടുകാര്യങ്ങളിലും ഒക്കെ ഞങ്ങൾ അഭിനയിക്കുമ്പോൾ ഞാൻ തന്നെ എൻ്റെ ഡയലോഗ് മറന്നു പോകും. തിലകൻ ചേട്ടൻ സോറി, ഒരു പ്രാവശ്യം കൂടി എടുക്കാം. കാരണം ആ മുഖത്ത് നോക്കിയിരിക്കുമ്പോൾ ഞാൻ എൻ്റെ ഡയലോഗേ മറന്നു പോകും. അങ്ങനെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ആൾക്കാരില്ലേ ഇവരൊക്കെ. ഈ കാലഘട്ടത്തിൽ ഇവരുടെ കൂടെയൊക്കെ അഭിനയിക്കാൻ പറ്റിയത് തന്നെയല്ലേ ഏറ്റവും വലിയ സന്തോഷം. അത് എൻജോയ് ചെയ്യുന്നവരൊന്നും. ജനോട്ടാ പിന്നെ ഹലോ, ഇവിടെ തന്നെ ആ ആ ജനോടെ ഇപ്പം പൊന്നിയിൻ സെൽവന്റെ ഒക്കെ സെറ്റിനകത്ത് കിടന്നത് ഒരുപാട് ഫണ്ണി മൊമെന്റ്സ് ചെയ്യാൻ ഷെയർ ചെയ്തിരുന്നു. അതുപോലെ ഈ പടത്തിന്റെ സെറ്റിൽ നടന്ന അതുപോലത്തെ എന്തെങ്കിലും ഫണ്ണി മൊമെന്റ്സ് ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാവോ? ഞാനത് പെട്ടെന്ന് ഒരുപാടുണ്ട് തോന്നി പെട്ടെന്ന്. ഞങ്ങൾക്ക് അനന്തിക ഞങ്ങൾക്ക് എപ്പോഴും എന്തെങ്കിലുമൊക്കെ കണ്ടന്റ് ഓരോ ദിവസവും തന്നുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. മലയാളിയാണ്. ഒരുപാട് കലകൾ കയ്യിലുള്ള ഒരാളാണ്. അഭിനയം മാത്രമല്ല, ഡാൻസിൻ്റെ തന്നെ വിവിധ ഡാൻസുകൾ പഠിച്ചിട്ടുണ്ട്, കഥകളി പഠിച്ചിട്ടുണ്ട്, കൂടിയാട്ടം പഠിച്ചിട്ടുണ്ട്, മാർഷൽ ആർട്സ് പഠിച്ചിട്ടുണ്ട്. എല്ലാം ഓരോ ദിവസവും ഞങ്ങൾ ഓരോന്ന് സെറ്റിൽ ചെയ്യിക്കും. അത് വളരെ ഇതാണ്. പക്ഷേ ചില സമയങ്ങളിൽ ഇപ്പോൾ ഞാൻ ഇൻ്റർവ്യൂവിൽ പറഞ്ഞതാണ്, എങ്കിലും അത് റിപ്പീറ്റേഷൻ ആയിരിക്കും. ഇപ്പോൾ ഇതേപോലത്തെ ഒരു പ്രസ് മീറ്റ് ചെന്നൈയിലുണ്ടായിരുന്നു. അപ്പോൾ അനന്തിക്ക് അന്ന് തമിഴിൽ തന്നെ സംസാരിച്ച് എല്ലാം ചെയ്യണം എന്നുള്ളത് കൊണ്ട് എല്ലാവരും കൂടി ക്ലാസ് കൊടുത്തിരുന്നു. അതുകൊണ്ട് ഞാൻ ഫുൾ തമിഴിൽ അപ്പോൾ വന്നപ്പോൾ തന്നെ ഞാൻ ചോദിച്ചു, തമിഴ് ഇന്ന് ഞാൻ തമിഴിൽ കലക്കം നോയിക്കോളൂ എന്ന് പറഞ്ഞു എൻ്റെ അടുത്ത്. അങ്ങനെ വന്ന് സംസാരിച്ച് പാണ്ഡുരാജ് സാറിന് ഒരു താങ്ക്സ് പറഞ്ഞായിരുന്നു സ്റ്റേജിൽ. എനിക്ക് இந்த மாதிரி ഒരു ഓപ്പർച്യൂണിറ്റി കൊടുത്ത് നല്ല ഒരു പടം എനിക്ക് കൊടുത്ത പാണ്ഡരാജൻ സാറ് പാണ്ഡരാജരാജരാജരാജൻ സാറേ എനിക്ക് ഒരുപാട് നന്ദി എന്ന് പറഞ്ഞു. അത് ആദ്യം ഒരു പാണ്ഡരാജനെ വന്നുള്ളൂ, എന്നിട്ട് സോറി പറഞ്ഞിട്ട് പാണ്ഡരാജരാജരാജരാജൻ സാറേ സോറി. ഇങ്ങനെ ഓരോ തമാശകള്.